നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിന്റെ സാന്നിധ്യമില്ലാതെ ഞാൻ സന്തോഷത്തിലാണെന്ന് നീ കരുതുന്നുണ്ടോ? ഈ വ്യക്തിയുടെ സത്യസന്ധമായ വികാരങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇന്ന് ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ വിചാരിച്ച് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി പ്രപഞ്ച ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, ഇവിടെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഒരു കാത്തിരിപ്പിനെയാണ് ഇന്നത്തെ ഊർജത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാത്തിരിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു കുറച്ചു നാളത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രണയം മാത്രം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരേ ഒരു കാര്യം മാത്രമായിട്ട് ചിന്തിച്ചിരിക്കുന്നതല്ല ഈ വ്യക്തി. നിങ്ങളുമായിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ പകുതിയോളം, ഇനി അങ്ങോട്ടുള്ള പകുതിയോളം നിങ്ങളുമായി തന്നെ ചിലവഴിക്കണം എന്നുള്ള വാശിയാണ് ഈ വ്യക്തിക്കുള്ളത്. അത് വാശിയുമാണ്, സന്തോഷവുമാണ്. അതുപോലെ നിങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ്. അതൊരു വിജയത്തിലേക്ക് വഴിമാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നവരോ അതിനെ തടസ്സം വെക്കുന്നവരോ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നവരോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കിടയിലുണ്ട് എന്നാണ് നമുക്കിവിടെ കൃത്യമായി കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ വന്നിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിക്കുന്ന സമയത്താണ്. റിയൂണിയൻ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴോ അങ്ങനെ എന്തൊക്കെ സാഹചര്യമാണോ അതിൽ നിന്നും അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്കിടയിലേക്ക് അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങളും സാന്നിധ്യവും വരുന്നത്. ഇത് തീർത്തും വളരെയധികം വിഷമത്തോടു കൂടിയും അങ്ങേയറ്റം ഇറിറ്റേഷനോടു കൂടിയും തന്നെയാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. ഈ വ്യക്തി ആദ്യമൊക്കെ കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് കാര്യമാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളെയും വളരെ വ്യക്തതയോടുകൂടി ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കുവാനാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം അല്ലെങ്കിൽ മനോഭാവം. ഇവിടെ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജമാണ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒന്നിക്കാൻ നിൽക്കുന്നവരുണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും കമിതാക്കളായിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വിവാഹം ചെയ്യാൻ കാത്തു നിൽക്കുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കുടുംബം ഉണ്ടായിരുന്നു, അത് എങ്ങനെയെങ്കിലും അത് മോശമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ഒരു പ്രപ്പോസൽ, ഒരു കല്യാണാലോചനയും ആയിരിക്കാം. അങ്ങനെ പല വിധത്തിലാണ് ഈ സാഹചര്യങ്ങൾ കിടക്കുന്നത്. ഇവിടെ എന്തെന്നില്ലാത്ത ഒരു ആകർഷണമാണ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം എഫേർട്ട് എടുത്ത് ഇത് പരിഹരിക്കാൻ സാധിക്കുന്നുവോ അത്രയും നന്നായി തന്നെ പരിഹരിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ വളരെ സേഫായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് പോയിരുന്ന ഈ പേഴ്സൺ സേഫായിട്ട് പ്ലേ ചെയ്യുക എന്ന് പറയും. അതായത് സ്വന്തമായിട്ടുള്ള ഒരു അഭിമാനത്തിന് ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ, വളരെ മിതമായ രീതിയിൽ പരിഹരിക്കാനാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം നടന്നിരുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോയിട്ട് യാതൊരു തരത്തിലുള്ള കാര്യവും ഇല്ല. ശത്രുക്കൾ ശക്തരായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള എതിരായിട്ടുള്ള ആയുധം ഈ പ്രണയബന്ധത്തിന് നേർക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ശാന്തമായിട്ട് നിന്നു കഴിഞ്ഞാൽ ഇത് യാതൊരു കാരണവശാലും പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ, സംഭാഷണം ഉണ്ടാക്കിയെടുക്കാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
കൃത്യമായി തന്നെ സംസാരിച്ചാൽ മാത്രമാണ് കാര്യങ്ങളെ ഗ്രഹിക്കാനും മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെയധികം ക്ഷമയാണ് ഈ ഒരു പ്രണയബന്ധത്തിൽ വേണ്ടത്. വളരെ ധൃതി പിടിച്ചിട്ടോ വളരെ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ച് അത് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. കാരണം ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ സാവകാശം ഇവിടെ വളരെയധികം പ്രാധാന്യമാണ്. ഇവിടെ സൂക്ഷിച്ചും നോക്കിയും കണ്ടും പോയില്ലെങ്കിൽ ചില ചതിക്കുഴികളിൽ പോയി വീഴുവാനുള്ള സാധ്യതകൾ അമിതമായി കാണിക്കുന്നു. തേർഡ് പാർട്ടി അവസ്ഥകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടു പേരുടെയും പ്രൈവസിയെ നല്ല രീതിയിൽ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വിധേയമാവുക. അങ്ങനെ തന്നെയാണ് ഈ പേഴ്സണും മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളത്. കാലചക്രം അനുകൂലമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചില പദ്ധതികൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്താൽ അത് വർക്കൗട്ട് ആകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അസൂയയും കുശുമ്പും അതുപോലെ തന്നെ താല്പര്യക്കുറവും നിങ്ങളോടാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ സാമ്പത്തികപരമായിട്ട് ഭദ്രതയുള്ളവരായിരിക്കാം, സ്വന്തമായിട്ട് തൊഴിലും വരുമാനവും ഉള്ള വ്യക്തികളായിരിക്കാം, സമൂഹത്തിൽ നാലാൾ അറിയപ്പെടുന്ന മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, സ്വന്തമായി അഭിപ്രായവും അതുപോലെ സ്വന്തമായിട്ടുള്ള അവകാശങ്ങളും നിലപാടുകളും ഉള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ കുടുംബത്തിൽ തന്നെ മറ്റു ചിലവർക്ക് നിങ്ങളോട് അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളോട് അസൂയയാണ്, താല്പര്യക്കുറവുണ്ട്, നിങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാം. പക്ഷെ നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യത്തിലും ആരുടെയും മുന്നിലും അടിയറവ് വെക്കാനോ തലകുനിക്കാനോ തയ്യാറല്ല. അതിന് നിങ്ങളെ കിട്ടുകയില്ല. വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് വളർന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, നിലപാടുകളുണ്ട്. അതിനനുസരിച്ച് ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് വേണ്ടി അത് മാറ്റാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്രക്ക് അങ്ങോട്ട് താല്പര്യമില്ലായിരിക്കാം ഈ വ്യക്തിയുടെ വീട്ടുകാരുമായിട്ട്, അത്ര ഒരു നല്ലൊരു രസത്തിലല്ലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊന്നും ഈ പ്രണയബന്ധത്തെ ബാധിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് വളരെയധികം സിൻസിയർ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ അത് എന്നെ തന്നെ തേടി വരും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വ്യക്തി ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുകയും അവരുടെ കൂടെ നിൽക്കുന്നതുമായിട്ട് നമുക്കിവിടെ കാണാം. പക്ഷെ അതിനർത്ഥം ഈ വ്യക്തി 100% സന്തോഷത്തിലാണ് എന്നല്ല. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യം, നിങ്ങൾ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, ആരുടെ കൂടെയാണ്, ഇങ്ങനെയുള്ള 100,000 ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ സത്യസന്ധമായ വികാരങ്ങൾ പല സാഹചര്യങ്ങളിലും ഒളിപ്പിച്ചു വെക്കേണ്ടതായി വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പോലും ചോദിക്കുന്നുണ്ടാകാം, നിങ്ങൾക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് പോലും സംശയം വരുന്ന രീതിയിലാണ് ഈ പേഴ്സന്റെ പെരുമാറ്റം. വികാരങ്ങളും ഇമോഷൻസും വളരെയധികം മനസ്സിൽ പിടിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഈ പേഴ്സൺ. ഒരു ഇൻട്രോവേർട്ടാണ്, അന്തർമുഖത്വം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വായന ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.